വെൽക്കം ബാക്ക് ടു സനീസ് കുസീൻ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വെർമിസില്ലി എഗ് പുലാവ്. വെർമിസില്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സേമിയോ ആണ്. അപ്പൊ സേമിയോ വെച്ചിട്ടുള്ള ഒരു പുലാവാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ സേമിയോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബൗളില് 2 ബൗളാണ് ഞാൻ സേമിയോ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്നും റോസ്റ്റ് ചെയ്ത സേമിയോ മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യമേ ഞാനൊന്ന് നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു ബ്രൗൺ കളർ എത്തുമ്പോൾ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കാഷ്യൂനട്ടും ചെറിയും മുന്തിരിയും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. ഇപ്പൊ ഇതും ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് വേറെ ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മുട്ടയുടെ മിക്സ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചിക്കി എടുക്കാം. നമുക്ക് ഫ്രൈഡ് റൈസിലൊക്കെ ചേർക്കില്ലേ, അതുപോലെ ഒന്ന് ചിക്കി എടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുലാവിന് ഇടാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ബീൻസ് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്തത് എടുത്തിട്ടുണ്ട്, ഒരു 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇത്രയാണ് ഞാൻ പുലാവിൽ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ മസാലയും കൂടി ഉണ്ട്, അത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി നമുക്ക് പുലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂവും 4 ഏലക്കയും, ഏലക്ക ഞാൻ ഇതുപോലെ പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ഞാൻ ഇതിന്റെ തൊലി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം ചതച്ചാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ വീഡിയോ കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഒരു 3 കറുകപ്പട്ട ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഉപ്പ് ചേർക്കുന്നത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നിറം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഇതേ ബൗളിൽ 2 ബൗള് സേമിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 ബൗള് സേമിയക്ക് 1.5 ബൗള് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒഴിച്ച വെള്ളം വറ്റുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് എടുത്തോളൂ എനിക്ക്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നപ്പോൾ ദേ കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ട വെള്ളമൊക്കെ വലിഞ്ഞ് ആ സേമിയോ എല്ലാത്തിലേക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചെറിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെർമിസിലി എഗ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. ഇതിന് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം പോയി ലൈക്ക് ബട്ടൺ ഞെക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേറെ സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു.